നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 005/2026 നമ്മുടെ 2026 നടന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള SCERT സോഴ്സസ് ഏതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം? തന്നിട്ടുള്ളതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ആത്മോപദേശ ശതകവും ആദിഭാഷയും ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. പ്രാചീന മലയാളം ആദിഭാഷ ഓപ്ഷനിലുണ്ട്. വേദാധികാര നിരൂപണം അഖിലത്തിരിട്ട്, ഇത് മൂന്നുമാണ് നമുക്ക് തന്നേക്കുന്ന ഓപ്ഷൻ. ഓക്കെ എടാ, നമുക്കറിയാം തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേടാ, നമ്മുടെ ഇതില് പ്രാചീന മലയാളം ആദിഭാഷ ഇത് രണ്ടുമാണ് ആരുടെ കൃതികൾ എന്ന് പറയുന്നത്? ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം വന്നേക്കുന്ന SCERT ചാപ്റ്റർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. എന്താണ്? കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? നമ്മുടെ ഈ ചട്ടമ്പി സ്വാമികളെ കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുന്ന ആ ചാപ്റ്ററിൻ്റെ അകത്ത് എന്താണ് ഇതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചേടാ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ്: ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ആര്? ചട്ടമ്പി സ്വാമികൾ. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹം ജാതി മത വിവേചനത്തിനെതിരായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എവിടെയാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം, അല്ലെങ്കിൽ എവിടെയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിലാണ് ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. അധസ്ഥിതികർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ പ്രധാനമായിട്ടും ചെയ്തത് എന്താണ്? അധസ്ഥിത വിഭാഗക്കാർക്ക് അന്നത്തെ കാലത്ത് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കുക, അതുപോലെ തന്നെ എല്ലാവരും സഞ്ചരിക്കുന്ന നിരത്തുകളിലൂടെ ആർക്ക് അധസ്ഥിത വിഭാഗക്കാർക്കും സഞ്ചരിക്കണം, സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നും ആര് വാദിച്ചു? ചട്ടമ്പി സ്വാമികൾ വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ ആരാണ് മിശ്രഭോജനം നടത്തിയത്? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് എന്ത് നടത്തുന്നത്? മിശ്രഭോജനം നടത്തുന്നത്. അപ്പോൾ മിശ്രഭോജനം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അന്തരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്യുന്നത്? മിശ്രഭോജനം സംഘടിപ്പിച്ചത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു. അപ്പൊ ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു? സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എന്ത് ചെയ്തു? എതിർത്തു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ചു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെയും സാമൂഹിക പരിഷ്കരണങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു? യോജിച്ചു. അടുത്ത് പറയുന്നു, അദ്ദേഹം എന്ത് ചെയ്തു? യോജിക്കുക മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഉപനിഷത്തുകളിലും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. കണ്ടില്ലേടാ, ഏതൊക്കെ പറയുന്നുണ്ട്? വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ആരുടെ? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം എന്ത് പറഞ്ഞു? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ തന്നെ ജാതി മത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ. അദ്ദേഹം എവിടെയാണ് സമാധിയായതെന്ന് ഇവിടെ പറയുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? സമാധി ആയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികൾ ഇതാ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്. ഏതൊക്കെയുണ്ട്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഒരു ബോക്സിൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചേ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. നമുക്കറിയാം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്തെന്നാണ്? അയ്യപ്പൻ എന്നായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? ചട്ടമ്പി സ്വാമികളെ ഏൽപ്പിച്ചു. അങ്ങനെ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് അയ്യപ്പനെ പിൽക്കാലത്ത് എന്തെന്ന് വിളിക്കപ്പെട്ടത്? ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? തന്നിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാം എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു.
അതിൽ നമുക്ക് ആൻസർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏതാണ്? 2 മാത്രം. പ്രാചീന മലയാളവും ആദിഭാഷയും ആരുടെ കൃതികളാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. നോക്കിക്കേ, ഇവിടെ ടെക്സ്റ്റിലെ വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ആരുടെ? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും, ആനി ബെസന്റ് ആണ് 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷയായത്. വേദി എവിടെയാണ്? പാലക്കാടാണ്, മറക്കരുതേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്ടാ? വിക്രം മിശ്രി ആണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ്? 1904 ഗാന്ധിജി എവിടെ നിന്ന്? ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് പത്രമാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഏത് പത്രമാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അവ എന്താണ്? അത് നടന്നിട്ടുള്ള വർഷവുമായിട്ട് ചേരുംപടി ചേർക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേടാ, ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ട്, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമുണ്ട്, പാരീസ് ഉടമ്പടി ഉണ്ട്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുണ്ട്. അപ്പോൾ 4 സംഭവങ്ങളും അതുപോലെ തന്നെ 4 വർഷങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഓരോന്നും കൃത്യമായിട്ട് യോജിപ്പിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേടാ, ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1773 എന്ത് നടക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അടുത്ത് നോക്കിക്കേ, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏത് വർഷമാണ്? 1776 കേട്ടോ. അടുത്ത് പറയുന്നു പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടി നടന്നത് 1783 അതുപോലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത് 1789 ഓക്കെ എടാ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിനെ ചേരുംപടി ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. എടാ നോക്കിക്കേ, ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? എ ഓപ്ഷൻ പറയുന്നു 1 ബി, 2 എ, 3 സി, 4 ഡി. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? ഇവിടെ കിട്ടിയിട്ടുണ്ട്. എ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന വർഷവുമായി ചേരുംപടി ചേർക്കുക. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചേരുംപടി ചേർത്തിട്ടുണ്ട്. എടാ നോക്കിക്കോടാ, നമ്മുടെ 8ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മുടെ ഈ ലോക വിപ്ലവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നോക്കിക്കേ, എന്താണ് ബോസ്റ്റൺ തേയില സൽക്കാരം അല്ലെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു 1773 തേയില നിയമം നടപ്പാക്കി. കോളനി നിവാസികളെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തേയില വാങ്ങാൻ നിർബന്ധിക്കുന്നതായിരുന്നു ഈ നിയമം. തുറമുഖത്തെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് കയറിപ്പറ്റിയ പ്രതിഷേധക്കാർ ഈ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഈ സംഭവം അറിയപ്പെടുന്ന പേരാണ് ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെങ്കിൽ ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന് അറിയപ്പെടുന്നത്. എടാ, അപ്പോൾ എന്നാണ് ഇത് നടന്നത്? 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന നോർത്ത് പ്രഭു ആണ് എന്ത് കൊണ്ടുവരുന്നത്? തേയില നിയമം നടപ്പിലാക്കിയത്. ക്ലിയർ അല്ലേടാ? അടുത്ത് നോക്കിക്കേ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോൾ എന്നാണ് ക്വസ്റ്റ്യനെ. നോക്കിക്കേ, ഇന്ത്യ എന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗമാകുന്നത്? 1945 ഒക്ടോബർ 30 ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് നദിക്ക് മുകളിലാണ്? ചിനാബ് നദിക്ക് മുകളിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ഏത് നദിക്ക് മുകളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ചിനാബ് നദിക്ക് മുകളിലാണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം. എടാ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ എന്തടങ്ങിയിരിക്കുന്നത്? അന്തരീക്ഷ
എന്താണ് ജലബാഷ്പം അടങ്ങിയിരിക്കുന്നത്. എടാ ശ്രദ്ധിച്ചേ, നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഭൂമിയുടെ ഘടന, അതുപോലെ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഘടന, ഇവയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ വ്യക്തമായിട്ട് എന്താണ് അന്തരീക്ഷ മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കിക്കേടാ, താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തിരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിട്ടുള്ളത്. നോക്കിക്കേടാ, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട്. ഓക്കെ, അങ്ങനെ താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന പോയിന്റ്സ് ശ്രദ്ധിച്ചോ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്? പഠിച്ചു വെച്ചോ, ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ട്രോപ്പോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരവുമാണ് ഉള്ളത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് എത്രയാണ്? ശരാശരി 13 കിലോമീറ്റർ ഉയരത്തിലാണ് ട്രോപ്പോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ധ്രുവപ്രദേശത്ത് നിന്നാണെങ്കിൽ ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാണ്? 18 കിലോമീറ്ററുമാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് ഇത്. എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതുകൊണ്ടാണ് എന്താണ് ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ട്രോപ്പോസ്ഫിയറിന് ഉയരം ഉള്ളത്. നോക്കിക്കേടാ, പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. മനസ്സിലായില്ലേ ഈ ഒരു പോയിന്റ് വന്നത് എവിടെ നിന്നാണെന്ന്? പൊടിപടലവും അതുപോലെ തന്നെ ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഏത് പാളിയിലാണ്? ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയറിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. അപ്പൊ എന്താണ് ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത? ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണിത് ക്രമമായ താപനഷ്ട നിരക്ക്. ഇത് PSC ചോദിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക്? അതിൽ ആ എന്താണ് വാല്യൂസ് കൃത്യമായിട്ട് ഓർത്തു വെച്ചോണേ. ട്രോപ്പോസ്ഫിയറിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഈ പറയുന്ന ക്രമമായ താപനഷ്ട നിരക്ക്. അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ മുകളിലോട്ട് പോകും തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ താപനില കുറയുന്നു. ഇതിന് പറയുന്ന പേരാണിത് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. അടുത്ത് നോക്കിക്കേ, ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ആനമലയാണോ, കാഡമം കുന്നുകളാണോ, നീലഗിരി കുന്നുകളാണോ, നല്ലമല കുന്നുകളാണോ? ഏതാണ്ടാ? ആനമല കുന്നുകളാണോ, കാർഡമം കുന്നുകളാണോ, നീലഗിരി കുന്നുകളാണോ, നല്ലമല കുന്നുകളാണോ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ദോഡാബെട്ട സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ്. അടുത്ത ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണം. ഗോൾഡൻ ഫൈബർ ഏതാണ്? ചണമാണ് ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജോഗ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്ടാ? ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ശരാവതി നദിയിലാണ്. അപ്പോൾ ശരാവതി നദിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? നോക്കിക്കോടാ. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ്. ശരിയാണ്. പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച, അതുപോലെ ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം, ഇതെല്ലാം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളാണ്.
ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 1956 വരെയാണ്. ആ പറയുന്ന പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത്. ആ പറയുന്ന പ്രസ്താവനയും എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള 3 പ്രസ്താവനകളും എന്താ? ശരിയാണ്. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ PC മെഹലനോബിസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? കൽക്കട്ടയിൽ സ്ഥാപിച്ചത് PC മെഹലനോബിസ് ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ജേണലാണ് എന്തെന്ന് പറയുന്നത്? സാഖ്യ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. ആരാണ്? PC മെഹലനോബിസിനെയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, PC മെഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത്. ആ പറയുന്ന പ്രസ്താവനയും എന്താ? ശരിയാണ്. അപ്പോൾ തന്നിട്ടുള്ള 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് എന്തെന്ന് പറയുന്നത് ഇതിൽ ശരിയായിട്ട് വരുന്നത്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന, ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രസ്താവന എന്താണ്? ശരിയാണ്. അടുത്ത്, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ശരിയാണ്. മൂന്നാമത്തേത് നോക്കിക്കേ. പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്ന പ്രസ്താവന എന്താണ്ട? പ്രസ്താവന തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ 15ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. നോക്കിക്കേടാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. നോക്കിക്കേ, ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിൽ ആസൂത്രണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1950 മുതൽ 1990 വരെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ മേൽക്കൈയും സ്വകാര്യ മേഖലയിലുള്ള നിയന്ത്രണവും കാണാൻ കഴിയും. നോക്കിക്കേ, ലൈസൻസ്, പെർമിറ്റ്, ക്വാട്ട, LPQ എന്നിവയിലൂടെയാണ് സ്വകാര്യ മേഖലയെ നിയന്ത്രിച്ചിരുന്നത്. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1991 നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിലൂടെ ആയിരുന്നു. അപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ ആര് സഹായിച്ചിട്ടുണ്ട്? പ്ലാനിങ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. 1950 മുതൽ 90 വരെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ മേൽക്കൈയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള നിയന്ത്രണവും എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. അതുപോലെ ലൈസൻസ്, പെർമിറ്റ്, ക്വാട്ട എന്നിവയിലൂടെയാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്? സ്വകാര്യ മേഖലയിൽ നിയന്ത്രിച്ചിരുന്നത്. ഈ നിയന്ത്രണങ്ങളിലെല്ലാം ഇളവ് വരുത്തിക്കൊണ്ടുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് 1991 നടപ്പിലാക്കിയ സാമ്പത്തിക നയത്തിലൂടെ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. നോക്കിക്കേടാ, എന്താണ് ലൈസൻസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. വ്യവസായം തുടങ്ങുന്നതിനും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനും പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും സർക്കാരിൽ നിന്നുള്ള അനുമതി പത്രമാണ് എന്തെന്ന് പറയുന്നത് ലൈസൻസ്. അപ്പോൾ എന്താണ് ലൈസൻസ്? വ്യവസായം തുടങ്ങുന്നതിനും അതുപോലെ തന്നെ നിലവിലുള്ളവ വികസിപ്പിക്കാനും പുതിയൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനും ഒക്കെയുള്ള അനുമതി പത്രമാണ് എന്തെന്ന് പറയുന്നത് ലൈസൻസ് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു പെർമിറ്റ്. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും ഗതാഗതത്തിനും പ്രത്യേക പ്രവർത്തനത്തിനുമുള്ള അനുമതിയാണ് പെർമിറ്റ്. അതുപോലെ എന്താണ് ക്വാട്ട എന്ന് നോക്കിക്കോ. ഉൽപാദനം, ഇറക്കുമതി, വിതരണം തുടങ്ങിയവയ്ക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അളവ് പരിധിയാണ് എന്ത്? ക്വാട്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി എന്താണ് സാമ്പത്തിക പരിഷ്കരണം നോക്കിക്കോ. 1991 സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് ഇന്ത്യയെ നയിച്ച സാഹചര്യങ്ങളിൽ പ്രധാനപ്പെട്ടവ ചുവടെ നൽകിയിരിക്കുന്നു. നോക്കിക്കോ. ഉയർന്ന ധനക്കമ്മിയും വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ ഉയർന്ന ധനക്കമ്മിയും അതുപോലെ തന്നെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലുണ്ടായ കുറവും ഇന്ത്യക്ക് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി എന്തിലേക്ക് കൊണ്ടുവന്നു? 1991 പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചു. അതുപോലെ പൊതുമേഖലയുടെ കാര്യക്ഷമത കുറവും 91 സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് വഴിതെളിച്ച ഒന്നാണ്. അതുപോലെ ലോക കമ്പോളത്തിൽ വന്ന മാറ്റം സ്വതന്ത്ര
വിപണിക്ക് അനുകൂലമായ വാദഗതികൾ, അതുപോലെ 1990-ലുണ്ടായ ഗൾഫ് യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ വ്യവസായവൽക്കരണത്തിലൂടെയും ഉദാരവൽക്കരണത്തിലൂടെയും പൂർവേഷ്യൻ രാജ്യങ്ങൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച, അതുപോലെ ലോകബാങ്കിന്റെയും IMFന്റെയും നിബന്ധനകൾ. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് എന്തുണ്ടായത്? 1991 ഇന്ത്യയെ എന്തിലേക്ക്? ഒരു സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാം. അടുത്തതിന്റെ ലക്ഷ്യങ്ങൾ കൂടെ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി വായിച്ചിട്ട് പോവാം. ഈ പരിഷ്കരണങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഉദാരവൽക്കരിക്കുകയും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുക, അതുപോലെ സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണങ്ങൾ മാറ്റുക, വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുക, അതുപോലെ വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുക. ഇതെല്ലാം പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നേ. അടുത്ത് നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോടാ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി. അതെന്താണ്? അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിനൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം, നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുക എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്ന പ്രസ്താവനയും എന്താണ്? ശരിയാണ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളവയിൽ ഓപ്ഷൻ എ 2ഉം 3ഉം മാത്രമാണ് എന്തെന്നുള്ളത് ശരിയായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ചാപ്റ്ററിൽ എന്താണ് സ്വകാര്യവൽക്കരണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേടാ. പൊതുമേഖലയുടെ പങ്ക് കുറച്ചുകൊണ്ടുവന്ന് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണ് സ്വകാര്യവൽക്കരണം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? പൊതുമേഖലയുടെ പങ്ക് കുറച്ചിട്ട് അവിടെ ആർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക? സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണ് സ്വകാര്യവൽക്കരണം. സ്വകാര്യവൽക്കരണ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിക്ഷേപം പിൻവലിക്കൽ അഥവാ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം പിൻവലിക്കൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വകാര്യവൽക്കരണ നടപടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓഹരി വിൽപ്പനയിലൂടെയാണ് നിക്ഷേപം പിൻവലിക്കൽ നടപ്പാക്കുന്നത്. എങ്ങനെയാണ് ഈ നിക്ഷേപം പിൻവലിക്കൽ നടപ്പിലാക്കുന്നത്? ഓഹരി വിൽപ്പനയിലൂടെയാണ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെന്റിൻ്റെതായ നിക്ഷേപം, മൂലധനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്താണ്? സ്വകാര്യവൽക്കരണ നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? നിക്ഷേപം പിൻവലിക്കൽ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം പിൻവലിക്കൽ നടത്തുന്നത്? ഓഹരി വിൽപ്പനകളിലൂടെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള നിക്ഷേപം, മൂലധനം ആർക്ക് വിൽക്കുന്നു? സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇത് പ്രധാനമായും ഉണ്ടാകുന്നത് 4 രീതിയിലാണ്. മൊത്ത വിൽപ്പന പറയുന്നുണ്ട്, ഓഹരി വിൽപ്പന പറയുന്നുണ്ട്, മൂലധന വിൽപ്പന പറയുന്നുണ്ട്, അതുപോലെ തന്ത്രപര വിൽപ്പനയും പറയുന്നുണ്ട്. മൊത്ത വിൽപ്പന എന്താണ്ട? ഏതെങ്കിലും ഒരു പൊതുമേഖല ഒന്നാകെ വിൽക്കുന്നതിന് പറയുന്ന പേരാണ് മൊത്ത വിൽപ്പന. അതുപോലെ എന്താണ് ഓഹരി വിൽപ്പന? പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം വിൽക്കുന്നു. അവരെന്ത് ചെയ്യും? പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി മൂലധനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം വിൽക്കുന്നതാണ് ഓഹരി വിൽപ്പന. ഇനി എന്താണ് മൂലധന വിൽപ്പന എന്ന് നോക്കിക്കോ. ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത മേഖലകളിൽ ഗവൺമെന്റിന്റെ മൂലധനം വിൽക്കുന്നതാണ് മൂലധന വിൽപ്പന. അപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ മൂലധനത്തെ എന്ത് ചെയ്യോടാ? വിൽക്കും. അതിനെ പറയുന്ന പേരാണ് മൂലധന വിൽപ്പന. അടുത്ത് പറയുന്നു തന്ത്രപര വിൽപ്പന. ഓഹരി മൂലധനത്തിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളിക്ക് വിൽക്കുന്നതാണ് എന്ത്? തന്ത്രപര വിൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ്. 1955 കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിന്റെ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു. ശരിയാണ്. 1955 വന്ന കാർവേ കമ്മിറ്റി എന്ത് ചെയ്തു? ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറഞ്ഞു. 1950 പരമാവധി 5 ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത്. ആ പറയുന്ന പ്രസ്താവനയും എന്താണ്ടാ? ശരിയാണ്. അടുത്ത് പറയുന്നു ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ശരിയാണോ? ചെറുകിട വ്യവസായങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ
തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രസ്താവന ശരിയാണ്. അടുത്ത് പറയുന്നു, ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി. ഈ പറയുന്ന പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്ടാ? 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. തന്നിരിക്കുന്നവയിൽ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ്? സൈമൺ ജോൺസൺ. ആർക്കാണ്? സൈമൺ ജോൺസൺ ആണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിക്കുന്നത്. എടാ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ 2000 എന്താണ് ഏത് വർഷമാണോ കൊടുത്തത് അതിന് തൊട്ട് മുന്നേ ഉള്ള വർഷം ആർക്ക് എന്തൊക്കെ കിട്ടി എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോണേ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നാക്ക വിഭാഗക്കാർക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത്? ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 16(4)ലാണ്. ഏതിലാണ്? ആർട്ടിക്കിൾ 16(4). അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളുമാണ്. ഇവയിൽ തെറ്റായത് ഏത്? നോക്കിക്കേടാ. മാൻഡമാസ്, ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോഴാണ് നമ്മൾ മാൻഡമാസ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. പ്രസ്താവന ശരിയാണ്. അടുത്ത്, കോ വാറന്റോ, ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? കോ വാറന്റോ യൂസ് ചെയ്യാറുണ്ട്. ശരിയാണ്. അടുത്ത് പറയുന്ന നോക്കിക്കേടാ. അടുത്ത് പറയുന്നു സെർഷ്യോററി. എന്താണ് സെർഷ്യോററി? അതായത് ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള കേസ് പരിഗണിക്കുമ്പോൾ ആ പറയുന്ന പ്രസ്താവന എന്താണ്ടാ? തെറ്റാണേ. 4ാമത്തെ നോക്കിക്കോ. ഹേബിയസ് കോർപ്പസ്, അനധികൃത തടങ്കലിനെതിരെ. അതിനാണ് നമ്മൾ അനധികൃത തടങ്കലിനെതിരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ തെറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട? 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായിട്ട് പറയുന്നത്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെ പറയുന്ന പേരാണെന്ത്? സെർഷ്യോററി. എന്താണ്? ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. എടാ അപ്പോൾ ഇവിടെ എന്താണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്? ഡി 3 ആണേ. അടുത്ത 21ാമത്തെ പ്രസ്താവന നോക്കിക്കേ. ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ആരാണ്ടാ? ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ അസംബ്ലിയിൽ എന്ത് ചെയ്തത്? ലക്ഷ്യപ്രമേയം അവതരിച്ചത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1946 ഡിസംബർ 13-ന്, ഈ ഡേറ്റ് ഓർമ്മിച്ചു വെച്ചോ, 46 ഡിസംബർ 13-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ആശയങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറഞ്ഞിട്ട് എന്താണ് ലക്ഷ്യപ്രമേയത്തിൽ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? 46 ഡിസംബർ 13-ന് ആര്? ജവഹർലാൽ നെഹ്റു ആണ് എന്ത് അവതരിപ്പിക്കുന്നത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, 9ാം ക്ലാസ്സിൽ ജനാധിപത്യത്തിന്റെ അർത്ഥവും വ്യാപ്തിയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഓക്കെ, നമുക്ക് ലക്ഷ്യപ്രമേയം എന്താണെന്ന് വായിച്ചിട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. നോക്കിക്കേ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഒക്കെ എന്താണെന്ന് നിങ്ങൾ എന്താണ് ഇതൊന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവരുടെ ഒരു യൂണിയൻ ആയിരിക്കും. 3ാമത്തെ പോയിന്റ് പറയുന്നു, ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടുമെന്നും പറഞ്ഞു. അടുത്ത് പറയുന്ന സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായ സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ അകത്ത് പറയുന്നത്. നിങ്ങളിത് കാണാതെ ഒന്നും പഠിക്കേണ്ട. എന്തൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൻ്റെ അകത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതല്ല? ഇത് PS റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ PYQ സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഉത്തർപ്രദേശും തെലങ്കാനയുമാണ്. ഏതാണ്? ഉത്തർപ്രദേശും തെലങ്കാനയും. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? PK തുങ്കൻ കമ്മിറ്റി. അടുത്ത ആർട്ടിക്കിൾ 19
അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശപ്രകാരം എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഓക്കെ, എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണമാണേ. നോക്കിക്കേടാ, 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് ഇതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. നോക്കിക്കേടാ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ദീർഘകാലം ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് എന്താണ് നിഷേധിച്ചിട്ടുള്ള കുറേ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനായുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അപ്പോൾ ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിൾ എന്തിനെ കുറിച്ച് പറയുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നോക്കിക്കോ. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെ വേണോ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥിരമായിട്ട് താമസിക്കാം, അതുപോലെ തന്നെ ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. പഠിച്ചു വെച്ചോ എന്തൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമാധാനപരമായ ആയുധങ്ങളില്ലാതെ സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംഘടനകൾ രൂപീകരിക്കാം, ഇന്ത്യയിൽ എവിടെ വേണോ നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാം, ഇന്ത്യയിൽ എവിടെ വേണോ താമസിക്കാം, അതുപോലെ മാന്യമായ എന്ത് തൊഴിൽ വേണോ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് ജീവിക്കാൻ കഴിയും. ഓക്കേടാ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇന്ത്യൻ പൗരന് എത്ര രീതിയിലാണ് അദ്ദേഹത്തിന്റെ പൗരത്വം നഷ്ടമാകുന്നത്? എത്ര രീതിയിലാണ്? 3 രീതിയിലാണേ. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും തന്നിരിക്കുന്നവയിൽ ഏത് ലിസ്റ്റിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഓക്കെ, സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണേ. നോക്കിക്കേടാ, നമ്മുടെ +2 പൊളിറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കേന്ദ്ര ലിസ്റ്റിൽ ഏതൊക്കെ വരുന്നു എന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. പ്രതിരോധമുണ്ട്, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, അതുപോലെ റെയിൽവേ ഉണ്ട്, ഗതാഗതമുണ്ട്, കമ്പിത്തപാലുണ്ട്, അതുപോലെ തപാലുണ്ട്, വ്യോമയാനമുണ്ട്, തുറമുഖം, വിദേശ വ്യാപാരം, നാണയവ്യവസ്ഥ. ഓക്കെ, ഇതെല്ലാം കേന്ദ്ര ലിസ്റ്റിൽ വരുന്നതാണ്. എന്താണ് കേന്ദ്ര ലിസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന ലിസ്റ്റാണ് എന്ത്? കേന്ദ്ര ലിസ്റ്റ്. ഓക്കെ, പിന്നെ പറയുന്ന സംസ്ഥാന ലിസ്റ്റ് പേര് കേൾക്കുമ്പോഴേ അറിയാം എന്താണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് ഈ വിഷയങ്ങളിൽ എന്താണ് നിയമം നിർമ്മിക്കുവാനുള്ള അവകാശമുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കൃഷിയുണ്ട്, പോലീസുണ്ട്, ജയിലുണ്ട്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, അതുപോലെ ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ. ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്ത് പറയുന്നു സംയുക്ത ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. ഇതെന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാൻ കഴിയും. ഇതിൽ പറയുന്നത് വിദ്യാഭ്യാസമുണ്ട്, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം പറയുന്നുണ്ട്, വനങ്ങളുണ്ട്, തൊഴിലാളി സംഘടനകളുണ്ട്, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും. ഇതിൽ ഈ തൊഴിലാളി സംഘടനകൾ, മായം ചേർക്കൽ, ദത്തവകാശം, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? PSC മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ. ലിസ്റ്റുകൾ 3 തരമുണ്ട്. കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംയുക്ത ലിസ്റ്റ്. ഓക്കെ.